ഹലോ എവരി വൺ, ദിസ് ഇസ് ഫോർ മീ നൗഫൽ. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വളരെ എന്താ പറയുക, ഇന്നിപ്പം ഭയങ്കര വൈറലായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലേഴ്സിൻ്റെ ഓണർ ബോബി ചെമ്മണ്ണൂർ. അവരെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല. സോ ഇന്ന് അവരാണ് രണ്ടുപേരും എയറിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് ഹണി റോസ് കൊടുത്തിരിക്കുന്ന പരാതി. അതിൻ്റെ ഇടയിൽ ഒരു കഥാപാത്രം കയറി വന്നിട്ടുണ്ട്, കുന്തി ദേവി. അപ്പം കുന്തി ദേവിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം പല ആളുകളും വ്യാഖ്യാനിച്ചു കൊണ്ടിട്ടാണ് സൈബർ ലോകത്ത് ഹണി റോസിനെ വളരെ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ഹറാസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ മോശമായിട്ട് അവരോട് അവരെ ഓരോ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ബൊച്ചെ, നമുക്ക് ഏവർക്കും അറിയാം, ബൊച്ചനെ പെട്ടെന്ന് മലയാളികളാരും മറക്കത്തില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുറഹീമിൻ്റെ കേസിലും അദ്ദേഹം ഇടപെട്ട് ഒരുപാട് സന്നദ്ധ സംഘടനകളൊക്കെ രൂപീകരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം, അദ്ദേഹത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പം അദ്ദേഹവും ഈ ഒരു അബ്ദുറഹീമിൻ്റെ മോചനമായിട്ട് എന്താ പറയുക ഒരുപാട് ഫണ്ട് രൂപീകരിച്ച് ചാരിറ്റി ആയിട്ടും ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് ആവശ്യത്തിനായിട്ട് ഹണി റോസിനെ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡായ ബോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലേഴ്സിൻ്റെ ഉദ്ഘാടനത്തിന് വിളിക്കുകയും മോശം പരാമർശം നടത്തുകയും എന്നൊക്കെയാണ് ആര് പറഞ്ഞിരിക്കുന്നത്, ഹണി റോസ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇൻ്റർനാഷണൽ ജ്വല്ലേഴ്സിൻ്റെ ഉദ്ഘാടനത്തിന് പോവുകയും ഉദ്ഘാടനം ചെയ്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബോബി ചെമ്മണ്ണൂരിനെ പറ്റി ഇപ്പോൾ ഒരു പരാതിയായിട്ട് വരാൻ കാരണം അദ്ദേഹം ചില ഇൻ്റർവ്യൂകളിൽ ഇങ്ങനെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ, അതായത് നമ്മളെ കുന്തി ദേവി, ഞാൻ കുന്തി ദേവി എന്നല്ല വിളിച്ചത്, വേറെ ഒന്നുമല്ല വിളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരാമർശം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക വളരെ മോശമായിട്ടാണ് ഹണി റോസിനെ പല ആളുകളും വളച്ചൊടിച്ചിട്ട്, നമ്മളെ പ്രത്യേകിച്ച് മലയാളികളെ പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെ നേരെ പോണ സാധനമാണ് എങ്ങനെ വളച്ചൊടിച്ച് എങ്ങനെയെങ്കിലും എന്താ താറുമാറാക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ആകെ ആൾ മൊത്തത്തിൽ രണ്ടാളും വൈറലായി കൊണ്ടിരിക്കുക. പിന്നെ ഹണി റോസിന് ഇപ്പോൾ ഒരു പുതിയ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തരുന്നതാണ് ശരിക്കും. പക്ഷെ അദ്ദേഹം ആ ഒരു ആക്ടർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വെളിപ്പെടുത്തിക്കോളൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഹണി റോസിൻ്റെ കാര്യത്തിൽ ബോച്ചെ പെട്ടു എന്ന് തന്നെ പറയാം. കാരണം ബോച്ചെ പറഞ്ഞ് ഞാൻ മാപ്പ് പറയുന്നു, കാരണം ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിന് ഖേദപൂർവ്വം മാപ്പ് ചോദിക്കുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ള രീതിയിൽ, അതായത് ഞാൻ അങ്ങനത്തെ ഒരാളല്ല, അതുകൊണ്ട് തന്നെ എനിക്കതിന് സമയവുമില്ല. ഞാൻ എൻ്റെ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് അവരെ ഉപയോഗിച്ചത്, അല്ലാതെ വേറെ രീതിയിൽ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതല്ല എന്നൊക്കെയാണ് ബോച്ചേൻ്റെ വെളിപ്പെടുത്തൽ. ബോച്ചെ ഒരുപാട് അഭിമുഖങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ പറയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഡബിൾ മീനിങ് ഒരു ആളായിട്ടാണ് പെട്ടെന്ന് അയാൾ എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, അദ്ദേഹം ഒരു തമാശ രൂപത്തിലാണ് പറയുക ആൻസർ കൊടുക്കുന്നുണ്ടെങ്കിലും ആളുകൾക്ക് അതൊരു മോശമായിട്ടുള്ള ഒരു രീതിയിലാണ്. കാരണം അതുപോലെ തന്നെ നമ്മളെ ഈ വോട്ടിങ്, അതായത് ഒരു പേജും ചാനലും മുഖാന്തരം നമ്മൾ വോട്ടിങ് ചെയ്യും, ഹണി റോസിനാണോ സപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ആണോ നമ്മൾ അംഗീകരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ 10-10 ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, കാരണം ഒരു നല്ല വശത്തിന് ഒരു ആഘാത വശം ഉണ്ടാവും, ഒരു നെഗറ്റീവിനൊരു പോസിറ്റീവ് ഉണ്ടാവും, പോസിറ്റീവിന് എന്തായാലും ഒരു നെഗറ്റീവ് ഉണ്ടാവും. സോ ആ ഒരു ലെവലിലാണ് അദ്ദേഹം ഇപ്പം ആ ഒരു നെവർ മൈൻഡ് ആക്കിയിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും എന്താ പറയുക, അദ്ദേഹത്തിന് ജാമ്യമില്ല വകുപ്പാണ് ഇപ്പോൾ ആര് ചുമത്തിയിരിക്കുന്നത്, നമ്മളെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഹണി റോസിൻ്റെ പരാതിയിൽ കുറച്ച് ദിവസം മുന്നേ ആളെ പേര് പരാമർശിക്കാതെ തന്നെ ഒരു നേരിയ തോതിൽ അവരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതെന്താന്ന് ഞാൻ വായിച്ചതാണ്, അതാണിപ്പം കുറച്ചും കൂടി ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. അവർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതല്ല നമുക്കിത് കേട്ടോ. അതാണ് ഫസ്റ്റത്തെ കാര്യം. ഒരു മിനിറ്റ്.
ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ. ഏതായാലും ഞാൻ ആ പോസ്റ്റ് ഒന്ന് എടുത്താട്ടെ. ഇപ്പോൾ പറയാം. മോശമായ രീതിയിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. നമസ്കാരം. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പം ഉള്ളവർ ചോദിക്കുന്നു. അതായത് അദ്ദേഹം പറയുന്ന പരാമർശങ്ങൾ എന്താ പറയുക, നിങ്ങൾ അംഗീകരിക്കുന്ന രീതി ഓരോ ഇൻ്റർവ്യൂസിലും അതേപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ സംഭവം കുന്തിരി, അത് ഒരു മീനിങ്സ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വെച്ചിട്ടാണെങ്കിൽ അതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ടാണോ, അതായത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണോ നിങ്ങളിത് പ്രതികരിക്കാതെ എന്നാണ് പല ആളുകളും ഹണി റോസിനോട് വ്യക്തിപരമായി ചോദിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ പ്രശസ്ത വ്യക്തി പിന്നീട് ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നാവണം ഞാൻ പോകുന്ന ഇടങ്ങളിലെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളോടെ പറയുകയും ചെയ്യുന്നു. അതായത് നമ്മളെ ഹണി റോസ്, ബോബി ഇൻ്റർനാഷണൽ ജ്വല്ലേഴ്സിൻ്റെ അതേപോലെ തന്നെ ബോച്ചെട്ടി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. ആ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വിളിക്കുന്ന സമയത്ത്, ശ്രീ ബോബി ചെമ്മണ്ണൂർ വിളിക്കുന്ന സമയത്ത് നമ്മുടെ നടി ആയ ഹണി റോസ് വരാത്തത് കൊണ്ട് ആണ് എന്നാണ് ഹണി റോസിനെ അപമാനിക്കുന്നത് ആണോ എന്നാണ് ഹണി റോസിൻ്റെ ഒരു ചോദ്യം കേട്ടോ. തീർച്ചയായിട്ടും എന്താ പറയുക, അങ്ങനെയും അവർക്ക് എന്താ പറയുക ചിന്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ എൻ്റെ പേര് മാധ്യമങ്ങൾ പറയുന്നത് പണത്തിൻ്റെ ധാർഷ്ട്യം ഏത് സ്ത്രീയെയും ഒരാൾക്ക് അഭിമാനിക്കാൻ കഴിയുമോ? അതിൻ്റെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം, സെക്ഷലി കളേഴ്സ് മാർക്കറ്റ്, അതായത് ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യം പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകാരികം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകൾ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിന് എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നല്ല അർത്ഥം. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യാഖ്യാന സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ല. അതായത് ഞാനൊന്നും സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് എൻ്റെ നെഞ്ഞത്തോട്ട് കയറണ്ട. ഇത് കാണുന്നത് എന്താ പറയുക, ഞാനൊരു നെവർ മെയിലിൽ മാത്രം എടുക്കുന്നത് കൊണ്ടാണ്. കാരണം ഇതോടുകൂടി അവസാനിപ്പിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ഹണി റോസ് ഈ ഒരു പ്രതികരിക്കാതെ ഇരിക്കാതെ മുന്നോട്ട് വന്നു. ഇപ്പം ആകെ മൊത്തത്തിൽ ആളാകെ കളറായി കൊണ്ടിരിക്കുക. അതാണ് നമ്മളിപ്പോഴത്തെ അവസ്ഥ. സോ ഹണി റോസിൻ്റെ കാര്യത്തിലും ബോച്ചെ ഇപ്പോൾ തീരുമാനത്തിലായി. കാരണം വെച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ഞാൻ വളരെ ഖേദപൂർവ്വം മാപ്പ് ചോദിക്കും എന്നാണ്. പക്ഷേ ഹണി റോസ് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് ഇതുവരെ കിട്ടുന്ന എല്ലാ ഇതുകൊണ്ടും. കാരണം ന്യൂസ് 8 പോലത്തെ ന്യൂസ് ചാനൽ പോലത്തെ ഒരുപാട് ഇവരോടൊക്കെ പറയുന്നുണ്ട് സംഭവങ്ങൾ. അപ്പം വളരെ വൈകാതെ തന്നെ അവരെ ആ ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞത് തിരുത്തി അദ്ദേഹം ജാമ്യമില്ലാ വകുപ്പാണ് കേട്ടോ ചുമത്തിയത്. ഏതായാലും ഇപ്പോൾ പെട്ട അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ എന്താണെന്ന് നമുക്ക് ഏതായാലും കണ്ടറിയാം. സോ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ തുറന്ന നല്ല അപ്ഡേഷൻസ് വരും എന്ന് വിചാരിക്കുന്നു. ഏതായാലും ആ ഒരു പ്രശ്നം കോംപ്രമൈസായി പോട്ടെ എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.